ഫ്രീ ആയിട്ട് പഠിപ്പിക്കുമ്പോ എന്തോ ഒരു കുറവുള്ള പോലെ ഒരു അവിടെ ഒരു സ്റ്റാറ്റസ് സിമ്പിളും കൂടിയുണ്ട്. ഇപ്പൊ വന്നൊരു നിയമമില്ലേ, ഫുൾ പാസ് ആക്കണ്ട, പഠിച്ചിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് പോയാൽ മതി. ബാക്കിയുള്ള ഒരാളുടെ കാര്യം എനിക്ക് അറിയണ്ട, കാര്യം മാത്രം അറിഞ്ഞാൽ മതി. SSLCയുടെ ഫുൾ ഫോം എന്താ? സെറ്റല്ലേ? രേഷ്മ എവിടെ? കഴിഞ്ഞില്ല. രേഷ്മ സുന്ദരി സുന്ദരി. അപ്പൊ എന്തോ പരിപാടി ഉണ്ടായിരുന്നല്ലോ. തുടങ്ങണ്ടേ? വെൽക്കം ടു വട്ടമേശ. അപ്പോ നമ്മുടെ ഇന്നത്തെ നമ്മുടെ വട്ടമേശ തുടങ്ങിയിട്ട് 3ാമത്തെ എപ്പിസോഡാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഈ 2 എപ്പിസോഡ് കഴിഞ്ഞിട്ടുള്ള റിവ്യൂ? എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല അഭിപ്രായമായിരുന്നു. നമുക്കിത് തുടങ്ങാനുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഈ സ്റ്റാർട്ടിങ് ട്രബിൾ എന്ന് പറയുന്നത്. അപ്പം തുടങ്ങി കഴിഞ്ഞപ്പോ നമുക്ക് പറ്റും. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഗ്രേറ്റ് തിങ്സ് കാത്തു നിൽക്കരുത് നമ്മൾ എന്തെങ്കിലും തുടങ്ങാൻ വേണ്ടിയിട്ട്. തുടങ്ങി കഴിഞ്ഞിട്ട് അത് ഗ്രേറ്റ് തിങ്സ് ആയിട്ട് മാറ്റാന്നുള്ളതാണ്. അപ്പൊ വീണ്ടും ഓക്കെ, എനിക്ക് തോന്നുന്നു നമ്മുടെ ചാനലാണ് എനിക്ക് തോന്നുന്നു കേരളത്തില് മലയാളീസില് ഗേൾസ് മാത്രം റൺ ചെയ്യുന്ന ഒരു വട്ടമീശ അല്ലെങ്കിൽ ഒരു പോഡ്കാസ്റ്റ് ചാനൽ എന്ന് തോന്നുന്നു. ഇതുവരെ ആരും എന്ന് വന്ന് പറഞ്ഞിട്ടില്ല. അതാണ് ഞാൻ സെർച്ച് ചെയ്തിട്ടൊന്നും കണ്ടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ മാത്രമായിരിക്കും തോന്നുന്നു. ചിലപ്പോ ഇനി ഇത് കണ്ടിട്ട് ഇല്ല എന്നവര് പറയുമായിരിക്കും. തീരുമാനത്തിലേക്കാം. ഇതുവരെ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. അതെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വട്ടമീശയുടെ ടോപ്പിക് എന്താണ്? ഇന്ന് ഇപ്പൊ കറന്റ് ആയിട്ട് ഇപ്പൊ 3rd അലോട്ട്മെന്റ് ഒക്കെ വരാൻ നിൽക്കുകയാണ്. SSLC ആ കുട്ടികൾ അനുഭവിക്കുന്ന സ്ട്രെസ്സും അല്ലെങ്കിൽ ഇത്രയും സ്ട്രെസ് അനുഭവിക്കേണ്ട കാര്യം ഈ SSLCക്ക് ഉണ്ടോ, ഇന്നത്തെ കാലത്തുണ്ടോ എന്നൊക്കെ നമ്മള് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇത്രയും സ്ട്രെസ് കുട്ടികളിലേക്ക് ഇങ്ങനെ അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ശരിക്കും അതിപ്പോ പണ്ട് നമ്മൾ പഠിച്ചപ്പോഴും SSLC എക്സാം വരുന്ന സമയത്ത് നമുക്ക് സ്ട്രെസ് തന്നെയാണ്. അതൊരു എന്താ പറയാ, നമ്മൾ പറയല്ലോ SSLC കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഒരു എന്താ പറയാ നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്ന എന്നൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ ശരിക്കും അങ്ങനെയാണോ? അല്ല. ഈ 10ാം ക്ലാസ് വരെയുള്ള പഠനമാണ് നമ്മുടെ ജീവിതത്തിന് വേണ്ടിയിട്ട്. കാരണം ചിലപ്പോ പണ്ട് കാലത്ത് 10ാം ക്ലാസ് വരെ ആരെങ്കിലൊക്കെ പഠിക്കുക. പണ്ടെന്ന് പറയുമ്പോൾ 10ാം ക്ലാസ് കഴിയുമ്പോൾ തന്നെ കെട്ടിച്ചു വിടുന്ന പരിപാടിയൊക്കെ ഉണ്ടായി. ഇപ്പൊ അതില്ല. പക്ഷെ അതുകൊണ്ട് 10ാം ക്ലാസ് വരെ കുട്ടികൾ പഠിച്ചില്ലെങ്കിൽ, 10ാം ക്ലാസ് കഴിഞ്ഞു ഹയർ എഡ്യൂക്കേഷന് പോയില്ലെങ്കിൽ പോലും അവർക്ക് ജീവിതത്തിന്റെ എല്ലാ സയൻസ് ആവട്ടെ, സോഷ്യൽ ആവട്ടെ, മാത്സ് ആവട്ടെ, മലയാളം ആവട്ടെ, എല്ലാത്തിനെ കുറിച്ചുള്ള ബേസിക് അറിയണം. ഇറ്റ്സ് ഫോർ ലൈഫ്. അതിനെയാണ് 10ാം ക്ലാസ് വരെയുള്ള പഠനം എന്ന് പറയുന്നത്. +1 +2ലേക്കാണ് നമ്മുടെ കരിയർ എന്താണ് എന്ന് ഓപ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ കൊമേഴ്സ് എടുക്കണോ, ഹ്യൂമാനിറ്റീസ് എടുക്കണോ? അതെ. സയൻസിന് ഇത്തിരി തൂക്കം കൂടുതലാണ് ശരിക്കും. എല്ലാ കാലത്തും എപ്പോഴും അങ്ങനെയാണ്. ശരിക്കും തൂക്കം മറ്റുള്ളവർ കൊടുക്കുന്നതല്ലേ? പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. സയൻസ് എന്ന് പറയുമ്പോ മാത്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ഫിസിക്സ് ഉണ്ട്. ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് മാത്സ് തീരെ ഇഷ്ടമല്ല. 10ാം ക്ലാസ്സിലെ മാത്സ് എന്ന് പറയുമ്പോ എങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ചു എന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. കാരണം എനിക്ക് തീരെ ഇഷ്ടമല്ല മാത്സ്. അപ്പൊ മിക്ക ആളുകളും മാത്സ് ഇഷ്ടമില്ലാത്ത ആളുകളായിരിക്കും. ചില ആളുകൾക്ക് ബാക്കി എല്ലാ സബ്ജക്റ്റും ഒക്കെ ആയിരിക്കും. പക്ഷെ മാത്സിനോട് കുറച്ചധികം ഇഷ്ടമുള്ളവരും ഉണ്ട്. ഭയങ്കര ഇഷ്ടമല്ല. പക്ഷേ ഞാന് മാത്സ് എനിക്ക് ഇഷ്ടമല്ല. മാത്സിന്റെ ക്ലാസ് ശ്രദ്ധിക്കാറില്ല. പാസ്സാവാൻ വേണ്ടി പഠിക്കുന്ന ആളാ. പക്ഷെ ജോലിക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും മാത്സ് ടീച്ചർ ജോലി മാത്രല്ല, നമ്മൾ PSCക്ക് പഠിക്കുന്ന സമയത്ത് അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ തിലകൻ പറയണ്ടല്ലോ, ഭൂമിയുടെ സ്പന്ദനം കണക്കിലാന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്നിട്ടും ആടുതോമയ്ക്ക് കുറെ കഴിവുണ്ടായിരുന്നല്ലോ, എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യാനും. അതിപ്പോ സയന്റിഫിക് ആയിട്ടോ എന്തൊക്കെയോ ഒരു രീതിയിലൊക്കെ നോക്കിയാൽ മൊത്തത്തിൽ എല്ലാം മാത്സ് ആണ്. പക്ഷെ എന്ന് വെച്ചിട്ട് മാത്സ് ഇല്ലെങ്കിൽ നമ്മൾ എവിടെ എത്തൂലെന്നൊന്നും പറ്റില്ല. അപ്പൊ ഞാൻ കുട്ടികളോട് എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം, നിങ്ങൾക്ക് ആരാവണം എന്നാണ് ഇഷ്ടം, അതനുസരിച്ച് പഠിക്കും. അറ്റ്ലീസ്റ്റ് ഇപ്പത്തെ ഒരു ജനറേഷന്റെ ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം വായനാശീലമില്ല.
എഴുതാനും അറിയില്ല, വായിക്കാനും അറിയില്ല. അപ്പോ ഈ കുട്ടികൾ പഠിക്ക് അവനെ കണ്ടില്ലേ, ഇവനെ കണ്ടില്ലേ, മറ്റവനെ കണ്ടില്ലേ, മറിച്ചവനെ കണ്ടില്ലേ എന്ന് പറയുന്നതല്ല, സ്വന്തം മകൻ അല്ലെങ്കിൽ മകൾക്ക് എന്താണ് പ്രശ്നം എന്ന് തിരിച്ചറിയാൻ പോലും ആരും റെഡി ആവുന്നില്ല. അതൊരു സംഭവമാണ്. ഇത് പറഞ്ഞപ്പോഴാണ് ആ ഒരു കാര്യത്തിൽ ഞാൻ ഭാഗ്യവതിയായിരുന്നു കേട്ടോ. പണ്ട് മാർക്ക് കിട്ടുമല്ലോ, ഇപ്പൊ 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ മാർക്ക് കിട്ടും. അപ്പൊ ഞാനിങ്ങനെ മാർക്ക് കൊണ്ടുവന്നിട്ട് അമ്മനോട് പറയും, അമ്മ എന്റെ ക്ലാസ്സിൽ എല്ലാവർക്കും ഇത്രയും മാർക്കുള്ളൂ എന്നുള്ള രീതിയിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അമ്മ ഫസ്റ്റ് ഡയലോഗ് പറയും, ബാക്കിയുള്ള ഒരാളുടെ കാര്യം എനിക്ക് അറിയണ്ട, എന്റെ കാര്യം മാത്രം അറിഞ്ഞാൽ മതി. അപ്പൊ ഞാൻ അവിടെ ലോക്കായി. ശരിക്കും കമ്പാരിസൺ വരുന്ന സമയത്ത് പിറകോട്ടേക്ക് വലിയാനുള്ള ഒരു ഇതാ വരുന്നത്. അങ്ങനെയൊന്നുമല്ല, മക്കള് അവർക്കുള്ള കഴിവ് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനെ ഒന്ന് എൻഹാൻസ് ചെയ്ത് കൊടുക്കാന്നുള്ളതേ ഉള്ളൂ. അല്ലാണ്ട് അപ്പൊ ഞാൻ എന്നാ പിന്നെ ആദ്യം ഒരു ചോദ്യം ചോദിക്കാം. എന്താണ്? ഞാനത് വിട്ടുപോയാ ചോദ്യം ചോദിക്കാം. മാത്സ് റിലേറ്റഡ് ആണോ? മാത്സ് റിലേറ്റഡ് ആണ്. അതല്ല നമ്മളിപ്പോ SSLC നെ കുറിച്ചാണല്ലോ പറഞ്ഞിരുന്നത്. SSLCയുടെ ഫുൾ ഫോം എന്താ? SSLCയുടെ ഫുൾ ഫോം ആരോട് ചോദിച്ചേ? ഞാൻ ഈ കൂട്ടത്തിലെ ന്യൂജനായ ന്യൂജൻ ആള് പറ. നേരത്തെ പറഞ്ഞതാണല്ലോ. എന്തെന്നാ എനിക്കറിയില്ല, ഞാൻ മറന്നിട്ടോ. ഞാൻ മറന്നു. എനിക്ക് തോന്നുന്നു SSLC നിങ്ങളെ വാദോരാതെ പറയുന്നുണ്ടാവും. നമ്മുടെ സർട്ടിഫിക്കറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ ആർക്കും ഓർമ്മ ഉണ്ടാവില്ല. ചില ആൾക്കാർക്ക് ഓർമ്മ ഉണ്ടാവും, കേട്ടോണ്ടിരിക്കുന്ന പലർക്കും അറിയുണ്ടാവില്ല. ടീച്ചിങ് ഫീൽഡിൽ നിന്ന് വന്ന ആളായതുകൊണ്ടായാലും പറയും. പക്ഷെ ടീച്ചേഴ്സ് നമ്മൾ SSLC 10ാം ക്ലാസ് എന്നല്ലേ പറയാനുള്ളൂ. 10ാം ക്ലാസ് അല്ലേ? നിങ്ങൾ ഇങ്ങനെ പറയുമ്പോഴേ നമ്മള് ക്ലാസ്സിൽ ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് എനിക്ക് പൊതുവേ ഉള്ളൊരു ത്വരയാണ്, അറിയെങ്കിൽ ഇങ്ങനെ ഇരിക്കും. അതായത് എന്നോട് ചോദിക്കും, അറിയില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇരിക്കല്ലോ. അപ്പൊ ആ ഒരു സിറ്റുവേഷനിലാണ് എന്നോട് ചോദിക്കും, ഞാൻ പറയാം. SSLCയുടെ ഫുൾ ഫോം എന്താണ്? സെക്കൻഡറി സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ്. കൈയ്യടി തരും എല്ലാവരും. ഈ ഇപ്പൊ ഒരു കുട്ടികളിലെ കാണുന്നൊരു എന്താ പറയാ ഒരു ട്രെൻഡാണ്, നീ ഏത് സ്കൂളിലാടാ പോണേ, ആ സ്കൂളിൽ തന്നെ ഞാനും വരാം. അപ്പോഴുണ്ട്, പക്ഷെ ഞാൻ ഫോളോ ചെയ്തിട്ടില്ല. എനിക്ക് എന്റെ സേഫ്റ്റി ആയിരുന്നു ഞാൻ നോക്കിയിരുന്നത്. ഫ്രണ്ട്സ്, നമുക്ക് ഏത് സ്കൂളിൽ പോയാലും നമുക്ക് ഫ്രണ്ട്സിനെ കിട്ടും. അപ്പൊ ആ ഒരു മൈൻഡിലാ പോകുന്നത്. നമ്മള് ചില ആൾക്കാർ ഞാനിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്കിഷ്ടമുണ്ടായിരുന്നില്ല കമ്പ്യൂട്ടർ സയൻസ്, പിന്നെ എന്റെ കൂട്ടുകാരി കമ്പ്യൂട്ടർ സയൻസ് എടുത്തോണ്ട് ഞാൻ കമ്പ്യൂട്ടർ സയൻസിന് പോയി. പക്ഷെ ഞാൻ എന്ന് പറഞ്ഞത് ഇതേപോലെ ഒറ്റയ്ക്ക് ഒരു ക്ലാസ്സിൽ കയറി ചെന്നതാ. അവിടെ പഠിച്ച പിള്ളേർ തന്നെയാണ് അവിടെ +1 +2 പഠിക്കുന്നത് കുറെ പേരൊക്കെ. ഒറ്റയ്ക്ക് ക്ലാസ്സിൽ കയറി ചെന്നതാ. ഇത് പറഞ്ഞപ്പോഴാണ് നമുക്ക് 5ാം ക്ലാസ് ആകുമ്പോൾ നമുക്കൊരു എക്സ്ട്രാ ലാംഗ്വേജ് പഠിക്കാൻ വരും. സംസ്കൃതം, മലയാളം സെക്കൻഡ് ലാംഗ്വേജ്, അങ്ങനെ ഹിന്ദി 5ാം ക്ലാസ് മുതൽ. അപ്പൊ ഈ 5ാം ക്ലാസ് ആയപ്പോ ഞാൻ സാൻസ്ക്രിറ്റ് എടുത്തു. ഒരു 6ാം ക്ലാസ് ആയപ്പോഴത്തേക്കും പറഞ്ഞു, സാൻസ്ക്രിറ്റ് എടുത്ത ആൾക്കാരൊക്കെ വേറെ ഡിവിഷനിലോട്ട് മാറണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് സാൻസ്ക്രിറ്റ് വേണ്ട, എന്റെ ഫ്രണ്ട്സ് ഇവിടെയാണുള്ളത്, ഞാൻ പോവില്ല. പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ചില കുട്ടികള് എനിക്ക് തോന്നുന്നു ഫ്രണ്ട്സിനെ നോക്കിയിട്ട് ഈ പറഞ്ഞ പോലെ സ്കൂളിലൊക്കെ, പക്ഷെ ശരിക്കും പറഞ്ഞാൽ അത് പാടില്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്ക്. എല്ലായിടത്തും എക്സ്പ്ലോർ ചെയ്യണം അല്ലെ, പല ടൈപ്പ് ഓഫ് ആളുകളെ കിട്ടാൻ. അതേപോലെ തന്നെ ഞാൻ പഠിച്ചിരുന്ന സ്കൂളിൽ അവിടെ ഡിവിഷൻ ആക്ക അങ്ങനെയാ, മലയാളം, സംസ്കൃതം, അറബി, ഉറുദു, അവരൊരു ക്ലാസ്, അങ്ങനെ അവിടെ ഡിവിഷൻ ആക്കാം. അപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് വേണമെങ്കിൽ നമ്മള് ഫ്രണ്ട്സ് ആരെങ്കിലും ഉറുദു എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉറുദു എടുക്കേണ്ട ഒരു അവസ്ഥയാണ്. അങ്ങനെ എന്റെ ഒരു ലൈഫിൽ നടന്ന കാര്യം എന്ന് വെച്ചാല്, അമ്മയച്ഛനൊക്കെ ഗവൺമെന്റ് സെർവൻസ് ആയതുകൊണ്ട് ട്രാൻസ്ഫർ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിനനുസരിച്ച് പല സ്കൂളിലും പഠിച്ചിട്ടുള്ള ശീലം. അപ്പൊ ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടുന്നുണ്ട് ആ കാലം മുതലേ എന്നുള്ള. പിന്നെ മാത്രമല്ല നമ്മുടെ ലാംഗ്വേജ് ഒരുപാട് മെച്ചപ്പെടും. നമ്മുടെ നാട്ടിൻപുറത്ത് ആ ഒരു സാധനം സ്ലാങ് കുറെ കുറയും. അത് മോശമാണെന്നല്ല പറയുന്നത്, പക്ഷെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു, ശരിക്കും നാട്ടിലുള്ളവർ നമ്മളോട് ചോദിക്കും, നിങ്ങൾ എന്തിനാ ഇങ്ങനെ പച്ച മലയാളത്തിൽ സംസാരിക്കും. പക്ഷെ നമ്മള് ആ നാടിന്ന് വിട്ടിട്ട് വേറെ പോയാൽ നമ്മുടെ സ്ലാങ് അവർക്ക് കിട്ടും, കുറച്ചെന്തെങ്കിലും ഉണ്ടാവുമല്ലോ. പക്ഷെ അങ്ങനെ ഒരു ഗുണം ചെയ്തിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ എത്ര പേർക്ക് A+ കിട്ടിയിട്ടുണ്ട്, ഫുൾ A+ കിട്ടിയിട്ടുള്ളവരുണ്ട്? ആയിരുന്നോ? ഞാൻ ജെൻസൈഡ് ആണല്ലോ, എനിക്ക് മാർക്കായിരുന്നോ? ഞങ്ങളൊക്കെ ഗ്രേഡിംഗ് സിസ്റ്റം മനസ്സിലായി. ഡിസ്റ്റിങ്ഷൻ ആയിരുന്നോ? ഡിഗ്രി ആണോ? അല്ലല്ലോ, അല്ല +2. എത്ര ഫുൾ A+ ഉണ്ടായിരുന്നു? ഞാനൊക്കെ ബിലോ ആവറേജ് സ്റ്റുഡന്റ്. എനിക്ക് എത്ര A+ ഉണ്ടായിരുന്നു അറിയാമോ? 2 A+ ഉണ്ടായിരുന്നു, മലയാളത്തിനും IT-ക്കും. എനിക്ക് പക്ഷേ ഓരോ വീട്ടില് നമ്മള് ചോക്ലേറ്റ് ലഡു ഒക്കെ കൊടുക്കാൻ പോലെ ആ വീട്ടിലെ ആൾക്കാരുടെ സ്വഭാവം വെച്ചിട്ട് എന്റെ A+ എണ്ണം കൂടും.
സത്യം പറയുന്നത് ഞാൻ അത് ലഡു കൊടുത്തിട്ടില്ല. ഇതുവരെ ഞാൻ അങ്ങനെ ലഡു കൊടുത്തിട്ടില്ല. ഒന്നും ഞാൻ ഇതുവരെ 10th പാസ്സായിട്ടോ പ്ലസ് 2 പാസ്സായിട്ടോ ഒന്നായിട്ടും ഞാൻ ഇതുവരെ അങ്ങനെ ലഡു കൊടുത്തിട്ടില്ല. പക്ഷെ 10th ക്ലാസ് വരെയാണ്ട് ഒരു ബിലോ ആവറേജ് സ്റ്റുഡന്റ്. പിന്നീട് ഞാൻ നന്നായിട്ട് പഠിക്കാൻ തുടങ്ങി. ഈ ബിലോ ആവറേജും അല്ലെങ്കിൽ ഈ എബോ ആവറേജ്, മീഡിയം, ഇതൊക്കെ സംഭവം ആ സമയത്ത് തന്നെ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചാണ് ഭാവിക്കുന്നത്. എത്രയോ ആൾക്കാരെ നമുക്കറിയാം. ഇപ്പം നന്നായിട്ട് പഠിക്കുന്ന പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞ് ഒതുങ്ങിപ്പോയ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ബിലോ ആവറേജ് ഉള്ളവർ നല്ല ഇൻട്രസ്റ്റഡോടെ പഠിച്ചിട്ട് നല്ല നിലയിലെത്തിയ ആൾക്കാരും. പക്ഷേ ഈ ഫുൾ A+ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ പ്രഷറൈസ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അത് കുട്ടികൾക്ക് മാത്രമല്ല പാരന്റ്സിനും ഉണ്ട്. കാരണം അവര് അതൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ടാണ് കാണുന്നത്. നിന്റെ മകന് എത്ര A+ ഉണ്ട്, അല്ലെങ്കിൽ മകൾക്ക് എത്ര A+ ഉണ്ട്, ഫുള്ളില്ലേ? അപ്പോ ഫുള്ളില്ല, അല്ലെങ്കിൽ 5 അല്ലെങ്കിൽ A+ 1 2 ഉള്ളെങ്കിലും എന്താ പറയാ, അതൊരു അവന് ഇത്രയും കപ്പാസിറ്റി ഉള്ള പഠിക്കാൻ ശരിക്കും ഒരു മാർക്കിനോ ഇത്ര പെർസെന്റേജ് വ്യത്യാസത്തിനാണല്ലോ ഈ ഗ്രേഡിങ് പോകുന്നത്. അതാരും മനസ്സിലാക്കണില്ല എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ. ഇതൊരു ബിസിനസ് ആവുന്നുണ്ട് ആക്ച്വലി, ട്യൂഷൻ സെന്റേഴ്സ്. അപ്പോ അത് അവര് കുട്ടികളുടെ കപ്പാസിറ്റി വളർത്തിയെടുക്കുക, അല്ലെങ്കിൽ അവരുടെ പോരായ്മ എന്താന്ന് മനസ്സിലാക്കി അത് തിരുത്താൻ നോക്കുക, അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ട്യൂഷൻ ക്ലാസ്സിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് 10th ഞാനും ട്യൂഷൻ പോയിട്ടുണ്ട്. അപ്പൊ എനിക്ക് മാത്സ് ആണ് ഞാൻ കോൺഫിഡന്റ് ആയിട്ട് എഴുതിയതെങ്കിലും ട്യൂഷൻ സാറ് ഹോംവർക്ക് തന്നിടും. അപ്പോ ചെയ്യില്ല. അപ്പൊ ചെന്നിട്ട് രാവിലെ എണീറ്റ് ധൃതിക്ക് പോയിട്ട് ബുക്ക് ഹോംവർക്ക് ചെയ്തിട്ടില്ല. അപ്പൊ പുള്ളി താനെന്ത് കഴുതേടോ, കഴിഞ്ഞിട്ട് ഒരൊറ്റടി അടിക്കുള്ളൂ. നല്ല വേദന. ഞങ്ങൾ ഇവിടെ അടിച്ചിരുന്നത് ഇവിടെ നമ്മളൊക്കെ ചെറുപ്പത്തിലുള്ള പ്രായത്തിലും നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ പോലും ഇപ്പോഴത്തെ കുട്ടികളെ വല്ലാണ്ട് നമ്മൾ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ അതെ കുറെ പേർക്ക് A+ കിട്ടുന്നുണ്ട്. പണ്ട് ഭയങ്കര കുറച്ച് ആളുകൾക്ക് ഫുൾ A+ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ഇനി പ്ലസ് 2 ചേരണമെങ്കിൽ സീറ്റ് കുറവെന്നാണ്. ഇപ്പം അല്ലാണ്ട് കുറ്റം പറയും, അധികൃതരെ കുറ്റം പറയുന്ന ഒരു പരിപാടിന്റെ സീറ്റ് ഇല്ലാന്ന് പറഞ്ഞു. പക്ഷെ അതിന്റെ കാരണം ഇതാണെന്നുള്ളത് പലരും മനസ്സിലാക്കുന്നു. നമുക്ക് തോന്നുന്നു ടോട്ടല് കേരളത്തില് 3000 അടുത്ത് 2019 സംതിങ് ഹൈസ്കൂൾ ഉണ്ട്. അതിൽ കുറവാണ് ഹയർ സെക്കൻഡറി എന്ന് തോന്നുന്നു. അപ്പൊ ആ ഒരു കണക്ക് വെച്ച് എല്ലാവർക്കും A+ കിട്ടിയാലും എങ്ങനെ സീറ്റ് കൊടുക്കും? വേറൊരു കോമഡി കണ്ടിട്ട് ഇതില് ഇപ്പൊ ഹൈസ്കൂളില്ല എന്ന് പറയുന്നുണ്ട് അല്ലേ? ഇപ്പൊ 10th ക്ലാസ് വരെ എല്ലാ പാരന്റ്സിനും ഗവൺമെന്റ് സ്കൂളിനോട് പുച്ഛമാണ്. സത്യല്ലേ പറയുന്നത്? ഗവൺമെന്റ് സ്കൂള് എന്റെ അടുത്ത് ഒരാൾ ചോദിച്ചിട്ടുണ്ട്, രേഷ്മയുടെ മകനെ എന്തുകൊണ്ടാണ് ആ സ്കൂളിൽ ചേർത്തതെന്ന്. ഞാൻ പറഞ്ഞു നല്ല സ്കൂളായിട്ട്, എന്റെ മോൻ പഠിക്കുന്നത് ഗവൺമെന്റ് സ്കൂളിലാണ്. രേഷ്മയുടെ മകൻ അങ്ങനെ ഒരു സ്കൂളിലോ? ഞാൻ പറഞ്ഞു എന്റെ മകൻ നല്ലൊരു സ്കൂളിലാണ് പഠിക്കുന്നത്, എന്റെ മോൻ ഗവൺമെന്റ് സ്കൂളിലാണ് പഠിക്കുന്നത്. പക്ഷെ 10th ക്ലാസ് കഴിഞ്ഞാൽ ഗവൺമെന്റ് സ്കൂളിൽ അഡ്മിഷൻ വേണം. ഇതെന്തൊരു എന്താ പറയാ വിരോധാഭാസമായി കാണുന്നത്. ഗവൺമെന്റ് സ്കൂൾസ് ഒക്കെ പണ്ടത്തെ പോലെ എന്ന് വെച്ചാൽ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പുള്ള പോലെ അല്ലല്ലോ ഇപ്പത്തെ അവസ്ഥ. പഠിപ്പിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ആണെങ്കിലും അടിപൊളിയായിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ഇപ്പൊ 1ാം ക്ലാസ്സിലോട്ട് ചേർക്കുന്ന പാരന്റ്സിന് ഭയങ്കര കൺഫ്യൂഷനാ. എന്റെ കുട്ടിയെ CBSE ചേർക്കണോ, അല്ലെങ്കിൽ മറ്റേ ICSE ചേർക്കണോ? എന്തുകൊണ്ട് അവരുടെ ആ ഒരു തോട്ട് സ്റ്റേറ്റ് സിലബസിലോട്ട് പോകുന്നില്ല? എന്താ പറയാ, ഈ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുമ്പോ എന്തോ ഒരു കുറവുള്ള പോലെ ഒരു അവിടെ ഒരു സ്റ്റാറ്റസ് സിമ്പിളും കൂടിയുണ്ട്. കുട്ടികൾ ഇപ്പൊ ഒരു ചെറിയൊരു മോൻ, അവന്റെ തലയിൽ എത്രത്തോളം ബേർഡൻ. ഇപ്പൊ ഓക്കെ എന്റെ മോനെ ഇന്ന സ്കൂളിലാക്കാം, വലിയൊരു സ്കൂളിലാക്കാം, പക്ഷെ അവിടുത്തെ സിലബസ് ആരും ചെക്ക് ചെയ്യാറില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു സ്കൂളിൽ ചെല്ലുമ്പോ അവിടുത്തെ സിലബസ്, ആ പോർഷൻസ് എന്തോരം കവർ ചെയ്യുന്നുണ്ട്, അത് എന്റെ മോനിക്കോ എന്റെ മകൾക്കോ താങ്ങുമെന്ന് ആദ്യം ചെക്ക് ചെയ്യണ്ടേ? ഇതൊന്നുമില്ല. ആ സ്കൂളിനെ കുറിച്ച് നന്നായിട്ട് കേട്ടിട്ടുണ്ട്. ഇന്റർവ്യൂ അല്ലേ? ചെറിയ കുട്ടികൾക്ക് ഇന്റർവ്യൂ ഉണ്ട്. നമ്മളിപ്പം നമ്മള് മോശം ഇപ്പൊ അത് ഇന്റർവ്യൂയുടെ കാര്യം പറഞ്ഞപ്പോൾ എന്റെ ബ്രദറിന്റെ കുട്ടി ഇപ്പൊ LKG UKG ചേരുവാണ്. അപ്പൊ അഡ്മിഷൻ എടുക്കാൻ പോയപ്പോ കൊച്ചിനെയും കൊണ്ട് ചെല്ലണം. കൊച്ചു സംസാരിക്കൂ, ABCD പറയൂ, ഇതൊക്കെ പറയിപ്പിച്ചു, പാട്ടൊക്കെ പാടിപ്പിച്ചു. അതൊരു ടൈപ്പ് ഓഫ് അതല്ലേ? കാരണം ഞാൻ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്, നമ്മള് 2 വയസ്സ് അല്ലെങ്കിൽ 2.5 വയസ്സ് മുതൽ പെൻസിലൊക്കെ പിടിപ്പിച്ച് എഴുതിപ്പിക്കാൻ
ശ്രമിക്കും. ശരിക്കും ഒരു 3-4 വയസ്സാകുമ്പോഴാണ് നമ്മളുടെ ഈ കയ്യിലെ കംപ്ലീറ്റ് ഡെവലപ്ഡ് ആവുന്നത്. അതായത് ഇവിടുന്ന് താഴോട്ടാ ഡെവലപ്മെന്റ്, അതേപോലെ തന്നെ ജസ്റ്റിന്ന് ടിപ്പ് ഓഫ് ദ ഫിംഗറിലേക്കാ ഡെവലപ്മെന്റ്. അപ്പൊ ഒരു ഫിംഗർ ഡെവലപ്പ് ചെയ്യാൻ ഒരു 5 വയസ്സെടുക്കും എന്നാ പറയുന്നത്. അപ്പൊ ഇത് ഉടനെ കയറി 2.5 വയസ്സിൽ 3 വയസ്സിൽ ABCD എഴുതുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ തന്നെ നമ്മളൊക്കെ 6ാം ക്ലാസ്സിലാണ്, 6 വയസ്സിലാണ് 1ാം ക്ലാസ്സിൽ അല്ലേ? ഇപ്പൊ 4.5 വയസ്സിലിരിക്കും. അതിനേക്കാളും മുമ്പേ ചേർന്നിട്ടുള്ള ആളാണ് ഞാൻ. കാരണം അങ്ങനെയല്ല, അത് പറഞ്ഞു വെച്ചാൽ പാരന്റ്സ് ഒക്കെ ജോലിക്ക് പോകുന്ന ആൾക്കാരാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് അന്ന് അങ്ങനെ നിയമം ഉണ്ടായിരുന്നില്ല. ഇല്ല, ഞാൻ ഇതേപോലെ തന്നെ 1ാം ക്ലാസ്സിൽ 2 വർഷം ഇരുന്നിട്ടുണ്ട്. LKG UKG നേരത്തെ കാലത്തെ സ്കൂളിൽ പോയ അതേപോലെ തോറ്റ കാര്യം പറഞ്ഞപ്പോഴാണ് ഇപ്പൊ ഫുൾ പാസ് നിർത്തലാക്കിയത്. അപ്പോ ഞാൻ 8ാം ക്ലാസ്സിൽ 2 ലക്ഷം കുട്ടികളെങ്ങാൻ തോറ്റിട്ടുണ്ട്. 8ാം ക്ലാസ്സിൽ 2 ലക്ഷത്തോളം കുട്ടികൾ തോറ്റു എന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. ഇന്ന് നമ്മുടെ കുട്ടികളുടെ അവസ്ഥയൊന്ന് നോക്കണമെന്ന് പറഞ്ഞു. ഈ കുട്ടികളുടെ അവസ്ഥ നോക്കുന്നതിലുപരി ആ സിലബസിന്റെ കാര്യങ്ങളൊന്നും നോക്കിയിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു. ഈ വർഷം ഇന്ന ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇത്രയും സിലബസിന്റെ അല്ലെങ്കിൽ ഇത്രയും കരിക്കുലത്തിന്റെയും ആവശ്യമുണ്ടോ? എനിക്ക് തോന്നുന്നു നമ്മുടെ സ്റ്റേറ്റ് സിലബസിൽ അത്രയ്ക്ക് അങ്ങോട്ട് ബേർഡൻ നമ്മളുടെ പിള്ളേർക്ക് കൊടുക്കുന്നില്ല എങ്കിൽ കൂടിയും എഴുതാനും വായിക്കാനും അല്ലെങ്കിൽ റീഡിങ് ഹാബിറ്റ് ഒന്ന് സ്ട്രോങ് ആക്കണം. അത് ഇപ്പൊ ഇല്ല. ഒരുപാട് ആക്ടിവിറ്റീസ് വേണം. കൊറേ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല ക്ലാസ്സിൽ. പറയുമ്പോ നമ്മുടെ കേരളം വിദ്യാഭ്യാസം, ആരോഗ്യം എല്ലാ കാര്യത്തിലും എത്രയോ മുന്നിലാണ്. പക്ഷെ എന്നാലും ഒരുപാട് മാറ്റം വരുത്താനുണ്ട്. ഒരുപാട് മാറ്റം വരുത്താൻ. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈയിടെ ഒരു പോസ്റ്റ് കണ്ടതാണ്. ഒരു മരത്തില് ഒരു മരം അവിടെ ഉണ്ട്. അപ്പം കാട്ടിലുള്ള എല്ലാ ജീവികളും ചുറ്റി നിൽക്കുന്നുണ്ട്. അപ്പം എല്ലാവർക്കും കൂടെ ഒരു ടാസ്കാ കൊടുക്കുന്നത്. എല്ലാവരും ഈ മരത്തിൽ കയറണം. അതേപോലെയാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം. ആനയും പുലിയും നമ്മുടെ പാമ്പും എല്ലാവരും ഈ മരത്തിൽ ഡിഫറൻസ് എന്ന് പറയുന്നത് അത് ഉണ്ടാവുമല്ലോ. അതിനനുസരിച്ച് ഓരോ കുട്ടികളെ നമ്മൾ ഡീൽ ചെയ്താലേ പറ്റില്ല. അതുപോലെ ഇപ്പൊ ഒരു വീട്ടിൽ തന്നെ ഇപ്പം 4 മക്കളുണ്ടെങ്കിൽ 4 പേരും ഒരുപോലെ കാണുന്ന പാരന്റ്സ് ഉണ്ട്. ഒരാൾ നന്നായിട്ട് പഠിച്ചിട്ട് എന്താ പറയാ നല്ല മാർക്കൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ ആൾ അത് നേടിയിട്ടില്ലെങ്കിൽ അതിന് കേൾക്കുന്ന പരിപാടി ചേച്ചിനെ കണ്ടു പഠിക്കേ. അവർ രണ്ടുപേരും ഒരു ക്ലാസ്സിൽ ഒരു സ്കൂളിലാണെങ്കിൽ കുറച്ചും കൂടെ പ്രശ്നമാണ് അല്ലേ? ടീച്ചേഴ്സ് പറയും നിന്റെ ചേച്ചി ഇതിന് നിന്നെക്കാട്ടും നല്ലത്, പിന്നെ നിനക്ക് എന്താ ഇത്ര കുഴപ്പം എന്നൊരു സാധനം. പക്ഷേ ടീച്ചേഴ്സ് മനസ്സിലാക്കണം രണ്ടുപേരുടെയും ആ ഒരു ബ്രെയിനിന്റെ കപ്പാസിറ്റി ഡിഫറെന്റ് ആണ്. പക്ഷെ രണ്ടുപേരുടെയും എബിലിറ്റീസ് ഡിഫറെന്റ് ആയിരിക്കും, 2 കഴിവുകൾ ഡിഫറെന്റ് ആയിരിക്കും. അതനുസരിച്ച് ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ആണ് ശരിക്കും പറഞ്ഞാൽ ഇനി വേണ്ടത്. അതെ, ഇത് പറയുന്ന സമയത്ത് ഞാൻ എന്റെ ലൈഫിൽ നിന്നുള്ള എക്സാമ്പിൾ തന്നെ പറയാം. എന്റെ സിസ്റ്റർ, എന്റെ മൂത്ത സിസ്റ്റർ, ആള് 1ാം ക്ലാസ് മുതലേ തന്നെ അന്നു വന്നിട്ട് ഇരുന്ന് പഠിക്കുന്ന ടൈം. അല്ല, അന്നേ ഡോക്ടർ ആവണമെന്ന് ആഗ്രഹിച്ചിട്ട് ഇപ്പൊ ഡോക്ടറായിട്ട് നല്ല സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്നുണ്ട് ആ ഫീൽഡില്. പക്ഷെ ഞാനൊക്കെ എന്ന് വെച്ചാൽ പഠിക്കുമെന്ന് വെച്ചാൽ നന്നായിട്ട് പഠിക്കും, ക്ലാസ്സിലൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കും. പക്ഷെ ഭയങ്കര ഉഴപ്പായിരുന്നു. അന്നു വന്നിരുന്ന് പഠിക്കുന്ന ഒരു പരിപാടിയില്ല. പക്ഷെ ഒരാള് നോക്കുന്നുണ്ടെങ്കിൽ നല്ല വൃത്തിക്ക് ഇരുന്ന് പഠിക്കും. അപ്പൊ ആ കാര്യങ്ങൾ ചിലപ്പോ പാരന്റ്സ് ശ്രദ്ധിക്കില്ല. ഇതെന്താ ഇരുന്ന് പഠിക്കാതെ. ഞാൻ എന്റെ പാരന്റ്സിന്റെ കാര്യമല്ല പറഞ്ഞത്, പൊതുവെ അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇത് വരും. ഇവള് പഠിക്കുന്നുണ്ട്, ഇവക്ക് എന്താ പ്രശ്നം, പഠിച്ചുകൂടെ? വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇപ്പത്തെ ഒരു ഞാൻ കണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ രീതിയുടെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇന്നത്തെ കുട്ടികളെല്ലാവരും സ്പൂൺ ഫീഡാ. ഞാനൊക്കെ എന്തെങ്കിലും ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി എക്സാം എഴുതുമായിരുന്നു എന്റെ ഒരു സ്വഭാവം. ഞാൻ എന്റെ മക്കളെയും പഠിപ്പിക്കുന്നത്, മക്കളെന്ന് ഉദ്ദേശിച്ചത് എന്റെ സ്റ്റുഡൻസിനെയാണ് കേട്ടോ. എന്റെ മക്കളുടെ അടുത്തും പറയുന്നത് നിങ്ങൾ ചുറ്റൊന്ന് നോക്ക്, ഈ ബുക്കിൽ പഠിക്കാനുള്ളത് നിങ്ങളുടെ ചുറ്റുള്ളതാണ്, അത് മനസ്സിലാക്കി നിങ്ങൾ എഴുതൂ എന്ന് പറയും. പക്ഷെ രേഷ്മ, പരീക്ഷയുടെ തലേ ദിവസം നമുക്ക് അതിനുള്ള സമയമില്ല. തലേ ദിവസം പുസ്തകം കാണുന്നതല്ല തുറക്കുന്നത്. ആ സമയത്ത് നമ്മൾ ചുറ്റും നോക്കൂ, പുസ്തകത്തിൽ നോക്കൂ. അല്ല, ഞാനല്ല, ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിക്കുമല്ലോ. ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിക്കുമ്പോ ഇപ്പൊ ഈ അടുത്ത് ഞാൻ സ്കൂളിൽ പോയപ്പോഴത്തേക്കും ഞാനൊക്കെ ഡിബേറ്റില് എന്താ പറയാ ഇഞ്ചോട് പോരാടുന്ന ആൾക്കാർ. ഒരു പുന്നക്കാസെന്റ് എന്ന് പറയുന്ന ഒരു പഠിച്ചിട്ടുണ്ടോ? പുന്നക്കാസെന്റ് എന്ന് പറയുന്ന ഒരു കഥയുണ്ടായിരുന്നു കമലാസുരയുടെ. അപ്പൊ അതില് മിസ് ക്ലാസ് ഡിവൈഡ് ചെയ്തു, ആൺകുട്ടിയുള്ള ഒരു ടീം, പെൺകുട്ടിയുള്ള ഒരു ടീം. അപ്പോ അതില് പുന്നയ്ക്ക പൊട്ടിക്കാൻ പോയതിന് ഇവിടെ ഇതിലെ നായികയെ ചീത്ത പറയുന്നുണ്ട്. അപ്പൊ പുന്നയ്ക്ക പൊട്ടിക്കാൻ പോവാം എന്ന് പെൺകുട്ടികളും പുന്നയ്ക്ക് പൊട്ടിക്കാൻ പോവാൻ പാടില്ല എന്ന് ആൺകുട്ടികളും. ഞാനും ഷാലു എന്ന് പറയുന്ന ഒരു ഫ്രണ്ടും ആക്കണം.
അവൻ എതിർക്കാണ്, ഞാൻ അതിനപ്പുറം എതിർക്കാണ്. അപ്പൊ ആ ടെക്നിക്കൊക്കെയാണ് ഞാൻ ഇപ്രാവശ്യം സ്കൂളില് പഠിപ്പിക്കാൻ നോക്കിയത്. അപ്പൊ തെങ്ങെന്ന് പറയുന്ന ഒരു കഥയുണ്ട്. തെങ്ങില് അവള് ചെറിയ കുട്ടിയാണ്, വീട്ടു ജോലിക്കായിട്ട് അവള് വരികയാണ്. അപ്പൊ അത് ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ? പഠിച്ചിട്ടുണ്ടോ? അപ്പൊ തെങ്ങ് തന്നെയാ. അപ്പൊ അതില് ഒരു തമിഴത്തി കുട്ടിയാണ്. അപ്പൊ അവള് ചെയ്യുന്നത് ശരിയാണെന്നും തെറ്റാണെന്നും രണ്ട് ടീം. ഇതുവരെ അവിടെ വേറൊരാളും ഡിബേറ്റ് കോമ്പറ്റീഷൻ നടത്തിയിട്ടില്ലാന്ന്. അതേപോലെ ഞാൻ വേറെ ട്യൂഷൻ ക്ലാസ്സിലൊക്കെ എടുക്കുമ്പോഴാണെങ്കിൽ അവരുടെ അടുത്ത് ചോദിക്കും, നിങ്ങൾ ഡിബേറ്റ് ഒന്നും ചെയ്യുന്നില്ലേ? ഒരു സ്കൂളിലും ഇങ്ങനത്തെ ഒരു ആക്ടിവിറ്റീസും ഇല്ല. ഞാൻ ട്യൂഷൻ ക്ലാസ്സിൽ ഡിബേറ്റ് എടുത്തു. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഡിബേറ്റ്സും ഡിസ്കഷൻസും ഇങ്ങനെ ഒരുപാട് ഇപ്പൊ അതിനുള്ളൊരു വ്യത്യാസം വരാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോ ടീച്ചേഴ്സിന്റെ കാര്യത്തിലായാലും സ്കൂൾസിന്റെ കാര്യത്തിലായാലും കുറെ ചൈൽഡ് നിയമങ്ങൾ, ചൈൽഡ് പ്രൊട്ടക്ഷൻ നിയമങ്ങൾ വന്നേക്കുന്നുണ്ട്. ടീച്ചേഴ്സിന് കുറെ അങ്ങോട്ട് മീൻസ് ഒന്ന് എതിർത്ത് പറയാനോ അല്ലെങ്കിൽ കുട്ടികളൊന്ന് ശകാരിക്കാനോ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം അവർക്കുള്ളൊരു പ്രിവിലേജ്, കുട്ടികൾക്കുള്ള ഒരു പ്രിവിലേജ് പാരന്റ്സ് ഉൾപ്പെടെ അതിനെ ഒരു എന്താ പറയാ മോശമായുള്ള രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതും നമ്മൾ കണക്കിലെടുക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ശരിയാണ്. ഇപ്പൊ വന്നൊരു നിയമമില്ലേ, ഫുൾ പാസ് ആക്കണ്ട, പഠിച്ചിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് പോയാൽ മതി എന്ന് പറയുന്ന നിയമത്തിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ?